മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന വിമർശനത്തോട് ഇത് അവസാന നടപടിയല്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടിയോടാണ് പ്രതികരണം. തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ഞങ്ങളോടൊപ്പം ഇനി കൂടണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്ഥാനം രാജിവെക്കാനുള്ള അവകാശമൊക്കെ രാഹുലിനുണ്ട്. അത് വേണോ വേണ്ട അദ്ദേഹം തീരുമാനിക്കട്ടെ. അതായത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് ആണ്, സ്ഥാനാർത്ഥിയാക്കിയത് UDF ആണ്. ആ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തൂങ്ങണോ വേണ്ടേ എന്നുള്ളത് രാഹുലിന് തീരുമാനിക്കാം. കൃത്യമായ തീരുമാനമാണല്ലോ. അതായത് കൂടുതൽ എത്ര മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമേ ആയിട്ടുള്ളൂ. ഒരു ഒഫീഷ്യൽ ഇതില്ലാതെ തന്നെ എടുത്തല്ലോ. അത് തന്നെ വീണ്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പൊ അതേ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പോയി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്റ്റെപ്പല്ലേ. എല്ലാം കാര്യങ്ങള് കോൺഗ്രസ് പാർട്ടി ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കും. എന്നിട്ട് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. MLA സ്ഥാനം തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സഹായിക്കുന്നുവെന്നാണ് CPIM വിമർശനം. കോൺഗ്രസ് നേതൃത്വം MLAയുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. ആരാണോ വളർത്തിക്കൊണ്ടുവന്നത്, പ്രൊമോട്ട് ചെയ്തത്, MLA ആക്കിയത്, അവരിപ്പോഴും MLA ആയിട്ട് സംരക്ഷിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ഹീനമായ വ്യക്തിഹത്യ കോൺഗ്രസ് അണികളല്ലേ നടത്തുന്നത് ഉമാ തോമസിനെതിരായിട്ട്. ആ വ്യക്തിഹത്യയെ ഞാൻ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഇത്തരമൊരു സംഘത്തെ കോൺഗ്രസ് നേതൃത്വം വളർത്തിയെടുത്തിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. ആ രാജി പ്രഖ്യാപനത്തോടു കൂടി തന്നെ അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്ഥിരീകരണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ ഓരോന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ ധിക്കാരപരമായ നടപടികളിലേക്ക് പോകുന്നു. ജനങ്ങളെ അവഹേളിക്കുന്നു, ജനങ്ങളെ അപമാനിക്കുന്നു, ജനങ്ങളെ പരിഹസിക്കുന്നു. ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ കോൺഗ്രസ്സാണ് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കേണ്ടത്. ശ്രീത്ത്, സലീം മാലിക്, AB ജയശങ്കർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്രീത്തിലേക്ക് പോകുന്നു. ശ്രീത്ത്, അതിൽ K മുരളീധരൻ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറയുകയായിരുന്നു. ആദ്യഘട്ട നടപടി എന്നുള്ള നിലയ്ക്ക് 24 മണിക്കൂറിനകം KPCC അധ്യക്ഷ സ്ഥാനത്ത്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും കടുത്ത നടപടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇനിയും കടുത്ത നടപടി, കടുത്ത പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത നടപടി, മൂന്നാം ഘട്ട നടപടിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഈ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കൽ അന്തിമ നടപടിയല്ല എന്നല്ലേ ശ്രീത്ത്? ഹാഷ്മി, തീർച്ചയായും നിയമോപദേശത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് KPCC നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഉപോത്ബലകമായി വന്നിരിക്കുന്നത് നിയമോപദേശമാണ്. ആ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങളിൽ ചില ആരോപണങ്ങളും ശബ്ദശകലങ്ങളുമൊക്കെ സംപ്രേഷണം ചെയ്യപ്പെട്ടു, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ശബ്ദശകലത്തിൻ്റെ ആധികാരികത എന്താണെന്ന കാര്യം വ്യക്തമല്ല. ഇത് ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ നിയമ സംവിധാനത്തിൽ ഒരിടത്തും, പോലീസിലോ കോടതിയിലോ ഒരിടത്തും ഒരു കേസോ പരാതിയോ ഇല്ല. പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യപ്പെടുക എന്ന ചോദ്യമാണ് നിയമോപദേശത്തിൽ ഒന്നാമതായി ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കില്ല എന്നൊക്കെ BJP നേതൃത്വം പറയുന്നുണ്ടെങ്കിൽ കൂടി നാളെ രാജിവെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 6 മാസത്തിൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വിവേചനപരമായ തീരുമാനമെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. കേരളത്തിൽ പാലക്കാട് മാത്രമല്ല അങ്ങനെയാകുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്, മറിച്ച് പീരുമേട് കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ രണ്ട് ഉപദേശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് രാജി വേണ്ടതില്ല, മറിച്ച് സസ്പെൻഷൻ മതി എന്ന തീരുമാനം വന്നിരിക്കുന്നത്. എങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ഗുരുതര സ്വഭാവത്തെ കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല. ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും പരാതിയില്ലാത്ത പശ്ചാത്തലത്തിൽ രാജിയിലേക്ക് പോകുന്നത് വിവേകപൂർവമായ ഒരു തീരുമാനമായിരിക്കില്ല, രാഷ്ട്രീയമായി പിന്നീട് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് എന്ന് കരുതുന്നു. ആ അഭിപ്രായത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃസമിതികളിൽ മുൻതൂക്കം ലഭിച്ചത്, നേതാക്കന്മാർക്കിടയിൽ മുൻതൂക്കം ലഭിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ളവർക്ക് ഈ കാര്യത്തിൽ ഈ രാജി വെക്കണോ എന്ന കാര്യത്തിൽ സന്ദേഹമുണ്ടായിരുന്നു. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാം എന്നാണ് അവർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയത്. എങ്കിൽ പോലും ഇതൊരു അന്തിമ നടപടിയാണെന്ന് കരുതാൻ കഴിയില്ല. ഇനിയും വെളിപ്പെടുത്തലുകൾ വന്നേക്കാം, ഇതിനേക്കാൾ ഗൗരവതരമായ ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നേക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ, ആശങ്കകൾ പാർട്ടി നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടാണ്
നടപടി ഇത് പൂർണ്ണമായിട്ടില്ല എന്ന് നേതാക്കൾ സൂചന നൽകാൻ കാരണം ഹാഷ്മി